ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളുടെയൊക്കെ പണത്തെക്കുറിച്ചുള്ള ധാരണകളെ മൊത്തത്തിൽ ചോദ്യം ചെയ്യുന്നൊരു കാഴ്ചപ്പാട്. ഡിജിറ്റൽ പണവും പലിശയും ഇതിനെയൊക്കെ ഒരു ദൈവശാസ്ത്രപരമായ കണ്ണിലൂടെ നോക്കിയാൽ എങ്ങനെയുണ്ടാവും? നമുക്ക് നോക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന പലിശ അതൊരു വെറും ഫീസല്ല, മറിച്ച് ഒരു യുദ്ധപ്രഖ്യാപനമാണെങ്കിലോ? ഞെട്ടണ്ട. നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന ഈ കാഴ്ചപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. എന്തുകൊണ്ടാണ് അവർ ഇതിനെ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നത്? നമുക്കതിലേക്ക് കടക്കാം. അപ്പോൾ ഈ വാദത്തിന്റെയൊക്കെ ബേസിക്സ് എന്താണെന്നറിയാമോ? സംഭവം സിമ്പിളാണ്. യഥാർത്ഥ പണവും വ്യാജ പണവും, അതായത് ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ദൈവം അനുവദിച്ച ഒരു തരം പണമുണ്ട്, പിന്നെ മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കിയ വേറൊരു തരം പണവുമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്താണ് ഈ യഥാർത്ഥ പണം? ഈ വീക്ഷണമനുസരിച്ച് സ്വർണത്തിനും വെള്ളിക്കും അതിൻ്റേതായ ഒരു വിലയുണ്ട്, അല്ലേ? അതിനൊരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. പക്ഷേ നമ്മുടെ കയ്യിലിരിക്കുന്ന കടലാസ് നോട്ടുകൾക്കോ അല്ലെങ്കിൽ ബാങ്കിലെ ഡിജിറ്റൽ അക്കൗണ്ടിലുള്ള അക്കങ്ങൾക്കോ അതിന് അടിസ്ഥാനപരമായി ഒരു മൂല്യവുമില്ല. അതൊക്കെ വെറുതെ ശൂന്യതയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് വാദം. അതുകൊണ്ടുതന്നെ ഈ മൊത്തം സിസ്റ്റവും ഒരുതരം ഫ്രോഡ് അല്ലെങ്കിൽ വഞ്ചനയാണെന്ന് ഇവർ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ ഇത് വെറുമൊരു എക്കണോമിക് ഡിബേറ്റ് അല്ല കേട്ടോ. ഇതിനൊരു വലിയ സ്പിരിച്വൽ ഡയമെൻഷൻ കൂടിയുണ്ട്. കാരണം ദൈവം പണമായി ഉപയോഗിക്കാൻ തന്ന സ്വർണത്തെ മാറ്റി നിർത്തുന്നത്, അതായത് അതിനെ വിലക്കുന്നത്, ഈ ഒരു കാഴ്ചപ്പാടിൽ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്തൊരു മഹാപാപമായാണ് കണക്കാക്കുന്നത്. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. റിബ. നമ്മൾ സാധാരണ ഭാഷയിൽ പലിശ എന്നു പറയും. എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും വലിയ അപകടമായിട്ട് റിബയെ കാണുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഗൗരവം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഖുർആനിലെ ഈ ഒരു വാക്യം മാത്രം മതി. അല്ലാഹുവിൽ നിന്നും അവന്റെ ദൂതനിൽ നിന്നും ഒരു യുദ്ധപ്രഖ്യാപനം. ഓർക്കണം, ഇത് പലിശയുമായി ബന്ധപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ദൈവത്തോടും പ്രവാചകനോടും നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് തുല്യമായാണ് ഈ കാഴ്ചപ്പാട് ഇതിനെ കാണുന്നത്. അത്രയ്ക്ക് സീരിയസാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. റിബ എന്ന് പറഞ്ഞാൽ വെറും പലിശ മാത്രമല്ല. അതിന്റെ ഡെഫിനിഷൻ കുറച്ചുകൂടി വലുതാണ്. അതായത് വഞ്ചനയെ ബേസ് ചെയ്ത് ഒരാൾക്ക് ശരിക്കും അർഹതയില്ലാത്ത ഏതൊരു ലാഭവും നേട്ടവും റിബയുടെ പരിധിയിൽ വരും. അപ്പോൾ ഇത് വെറും ബാങ്ക് ഇൻട്രസ്റ്റ് അല്ല, അതിലും വലിയൊരു ആശയമാണ്. ഈ കാഴ്ചപ്പാടിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത് ഈ താരതമ്യമാണ്. ദാനധർമ്മവും റിബയും ഒന്നാലോചിച്ച് നോക്കൂ. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ കൊടുക്കുകയാണ്, അല്ലേ? പക്ഷേ റിബയോ, അത് ഒന്നും തിരിച്ചു കൊടുക്കാതെ എടുക്കലാണ്. കംപ്ലീറ്റ് ഓപ്പോസിറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് റിബയെ ഇത്രയും ശക്തമായി എതിർക്കുന്നത്? ഈ വാദമനുസരിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങൾ ഭീകരമാണ്. ഒന്നാമതായി, ഇത് സ്വതന്ത്ര കമ്പോളത്തെ നശിപ്പിക്കുന്നു. രണ്ടാമതായി, പാവപ്പെട്ടവരെ എപ്പോഴും കടക്കണിയിലാക്കി ദാരിദ്ര്യത്തിൽ തന്നെ നിർത്തുന്നു. അവസാനം എന്ത് സംഭവിക്കും? ലോകത്തിലെ മുഴുവൻ സമ്പത്തും അധികാരവും വളരെ ചുരുക്കം ചില ആളുകളുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്നു. ഇതിനൊക്കെ കാരണം റിബയാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിൽ എത്തിപ്പെട്ടത്? യഥാർത്ഥ പണമായിരുന്ന സ്വർണത്തിൽ നിന്ന് ഇന്നത്തെ ഈ വ്യാജപണത്തിലേക്ക് ലോകം മാറിയതിന്റെ ഒരു ചെറിയ ചരിത്രം ഈ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. അവർ അതിനെ വെറുമൊരു ചരിത്രമെന്നല്ല, വഞ്ചനയുടെ ചരിത്രം എന്നാണ് വിളിക്കുന്നത്. ഈ മാറ്റത്തിലെ പ്രധാനപ്പെട്ട ചില വർഷങ്ങൾ നമുക്ക് നോക്കാം. 1944 ബ്രെട്ടൻ വുഡ്സ് കരാർ വന്നു. അതോടെ ഡോളർ ലോകത്തെ പ്രധാന കറൻസിയായി. പക്ഷേ അപ്പോഴും ഡോളറിന് സ്വർണവുമായൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 1971 അമേരിക്ക ആ ബന്ധമങ്ങ് ഉപേക്ഷിച്ചു. അതോടെ ഡോളർ ശരിക്കും വെറുമൊരു കടലാസായി മാറി. പിന്നെ 1974 എണ്ണയുടെ വ്യാപാരം ഡോളറിൽ മാത്രമാക്കി. പെട്രോ ഡോളർ സിസ്റ്റം എന്ന് പറയും. അതോടുകൂടി ഈ കടലാസു പണത്തിന്റെ ആധിപത്യം ലോകത്ത് ഉറച്ചു. അപ്പോൾ ഈ ചരിത്രമൊക്കെ നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്? നേരെ ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക്. ഈ കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഈ ക്യാഷ്ലെസ് സൊസൈറ്റി അഥവാ പണരഹിത സമൂഹം എന്ന ആശയം ഈ വലിയ കളിയുടെ അവസാനത്തെ ഘട്ടമാണ്, ഫൈനൽ ട്രാപ്പ്. ഈ മോഡേൺ ബാങ്കിംഗ് സിസ്റ്റത്തിനെ അവർ ഉപമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു രൂപകമുണ്ട്. വളരെ ശക്തമായ ഒന്നാണ്. ഒരു മീൻപിടുത്തക്കാരൻ കടലിലേക്ക് എറിയുന്ന വലിയ ഒരു വല പോലെയാണിത്. എന്താ അതിന്റെ ലക്ഷ്യം? എല്ലാവരെയും ആ വലയ്ക്കുള്ളിൽ കൊടുക്കുക, അത്രമാത്രം. ഈ മുന്നറിയിപ്പ് എത്രത്തോളം ഭീകരമാണെന്ന് ഈ വാക്കുകൾ കേട്ടാൽ മനസ്സിലാവും. ഒരിക്കൽ നിങ്ങൾ ആ വ്യവസ്ഥിതിക്കുള്ളിൽപ്പെട്ടാൽ, ദൈവത്തെ ഒറ്റിക്കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയൂ. അതായത് ഈ സിസ്റ്റത്തിനുള്ളിൽ ഒരിക്കൽ അകപ്പെട്ടു പോയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ തന്നെ ഒറ്റിക്കൊടുക്കുക. അപ്പോൾ ഇതൊരു സാമ്പത്തിക കെണിയല്ല, അതിലുപരി ഒരാത്മീയ കെണിയാണ്. അപ്പോൾ
സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും. ഈ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈയൊരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്തു ചെയ്യണമെന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്? നമുക്ക് നോക്കാം. ഇതിനുള്ള പരിഹാരം 3 സ്റ്റെപ്പുകളായിട്ടാണ് അവർ പറയുന്നത്. സ്റ്റെപ്പ് 1, യഥാർത്ഥ പണത്തിലേക്ക് മടങ്ങുക, അതായത് സ്വർണവും വെള്ളിയും ഉപയോഗിക്കുക. സ്റ്റെപ്പ് 2, നഗരങ്ങളൊക്കെ വിട്ട് സ്വന്തമായി കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഗ്രാമീണ സമൂഹങ്ങൾ ഉണ്ടാക്കുക. ഇനി അവസാന സ്റ്റെപ്പ്, രക്ഷപ്പെടാനുള്ള അവസാനത്തെ വഴി. ഈ സിസ്റ്റത്തിൽ നിന്ന് പൂർണ്ണമായും മാറി മലകളിലേക്ക് പിൻവാങ്ങുക. ഇതാണ് അവർ നിർദ്ദേശിക്കുന്ന വഴികൾ. അപ്പോൾ ഈ ചർച്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു വലിയ ചോദ്യത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. കറൻസി നോട്ടുകളൊന്നുമില്ലാത്ത, എല്ലാം ഡിജിറ്റലാവുന്നൊരു ലോകത്ത് പണത്തിന്റെ യഥാർത്ഥ മൂല്യം എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ കാഴ്ചപ്പാട് ശരിയോ തെറ്റോ ആകട്ടെ, ഒരു കാര്യം ഉറപ്പാണ്: പണത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയെ ചോദ്യം ചെയ്യാൻ ഇത് നമ്മൾ നിർബന്ധിക്കുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് നന്ദി.